ഇതാണ് ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ പൊങ്ങിച്ചതാണ്. ഹാപ്പി ബർത്ത്ഡേ പൊന്നുച്ച. ഹാപ്പി ബർത്ത്ഡേ നോക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ഒന്ന് കാണട്ടെ പ്ലീസ് പ്ലീസ്. ഹലോ, ഇന്ന് നമ്മൾ യാമി മോളുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. ഞങ്ങളിതാ ഈ പെട്ടിയും കുട്ടിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകണമെന്നല്ലേ. യെസ്, വലിയ പ്ലാനിങ് ഒന്നും ഇല്ലെങ്കിൽ കൂടി ലാസ്റ്റ് ഒരു നല്ലൊരു ബർത്ത്ഡേ സെലിബ്രേഷനായി മാറിയൊരു ബർത്ത്ഡേൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോണത്. അത്യാവശ്യം നല്ല തണുപ്പാണ്, മടി പിരിച്ചിരിക്കുന്നത് രാവിലെയാണ്. എന്നാലും ഒന്നും നോക്കിയില്ല, യാമി മോളെ ബർത്ത്ഡേ അല്ലേ, നമുക്കൊരു ഫോട്ടോഷൂട്ട് ആവാമെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും റെഡിയായി ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഫോട്ടോഷൂട്ടിന് മുമ്പായിട്ട് കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ സെറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നല്ല, നല്ല തണുപ്പും നല്ല കാറ്റുമായിരുന്നു. യാമിമോളെ ഈ ഡ്രസ്സിങ്ങിൽ ഒരുപാട് നേരം ഇങ്ങനെ പാർക്കിൽ നിർത്തൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ മുട്ട കാറ്റായിരുന്നു, അതുകൊണ്ട് തന്നെ ബലൂൺസിൻ്റെ പരിപാടിയൊന്നും നടന്നില്ല കേട്ടോ. ഒരു ബലൂൺ വെക്കുമ്പോഴത്തേനും മറ്റേ ബലൂൺ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവും. കൊച്ചയ്ക്കും യാമിക്കും ബലൂണിൻ്റെ പിന്നാലെ ഓടാനേ സമയം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ബലൂണിൻ്റെ പ്ലാന് ഞങ്ങളാണ് ക്യാൻസൽ ചെയ്തു. തൽക്കാലം ഈ രണ്ട് വെച്ചങ്ങണ്ട് സെറ്റാക്കാമെന്ന് കരുതി. യാമിമ്പോൾക്ക് തണുത്തിട്ട് ഒരു നിലക്കും ഓള് കോർപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞ് എങ്ങനെയൊക്കെയൊരു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോഷൂട്ടിന് വീട്ടിൽ നിന്ന് ഇറങ്ങി കിട്ടാൻ കുറച്ച് പാടാണെങ്കിലും ഇറങ്ങിയ പിന്നെ രണ്ടാളും ഫുൾ പ്രൊഫഷണൽ ആവട്ടോ. ഭയങ്കര മാക്സിമം അവർക്ക് എഫേർട്ട് ഇട്ടിട്ട് പറ്റുന്ന രീതിയിലെല്ലാം ഫോട്ടോസ് എടുക്കും. തിരിച്ച് പോയപ്പോൾ ഏകദേശം 1000-1500 ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അല്ലെന്തെങ്കിലും നമുക്ക് നല്ല ഇഷ്ടമുള്ള ഫോട്ടോസൊക്കെ അതിന് കിട്ടിയിട്ടോ. യാമിമോളൊക്കെ ഒന്ന് പറഞ്ഞ് സെറ്റായി വരുമ്പോഴത്തേന് അപ്പുറത്തൊരു പൂച്ചയും ഇപ്പുറത്തൊരു പൂച്ചയും വരും. അപ്പോൾ അതിനുള്ള കോൺഫിഡൻസ് ഫുള്ള് പോകും. അവൾ വലിയ പൂച്ചേൻ്റെ ആളാണെങ്കിലും പൂച്ച അടുത്തേക്ക് വന്നാലും 30 കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നല്ല ശക്തമായ കാറ്റായതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടൊന്നും വിചാരിച്ചിട്ട് നിൽക്കണമുണ്ടായിരുന്നില്ല. നല്ല കഷ്ടപ്പാടായിരുന്നു കേട്ടോ. ഇപ്പം നല്ല തണുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ പാർക്കൊക്കെ റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പച്ചപ്പൊക്കെ വളരെ കമ്മിയായിരുന്നു. ഇത് ഞങ്ങൾ പച്ചപ്പ് തേടി കണ്ടുപിടിച്ചൊരു പാർക്കായിരുന്നു. ഞാൻ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആ പ്രോപ്പർട്ടി കൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം യാമിമ്പോൾ ഫുള്ള് കച്ചറായിരുന്നു. ഓളെ പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയും നല്ല തണുപ്പായിരുന്നു. എന്നാലും കൊച്ചും മോൻ്റെയും പറ്റുന്ന അത്രയും ഫോട്ടോസ് പിന്നാലെ നടന്നെടുത്തിട്ടുണ്ടായിരുന്നു. ആ പാർക്കിൽ വേറൊരു ബർത്ത്ഡേ സെലിബ്രേഷനും കൂടെ ഉണ്ടായിരുന്നു. ഒരു വലിയ കുട്ടീൻ്റെ ഒരു നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ടായിരുന്നു. എല്ലാം ഫുൾ ഫാമിലി ഉണ്ടായിരുന്നു അവരുടെ കൂടെ. അതൊക്കെയാണ് ബെറ്റർ, ആ പാർക്കിൽ പോവാം. ഇങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി വേറെ പാർക്ക് തേടിയുള്ള യാത്രയിലാണ്. പാർക്കിന് പിന്നെ അവിടെ പഞ്ഞൊന്നും ഇല്ലല്ലോ, ഇഷ്ടം പോലെ പാർക്ക് ഉണ്ടാവും. ഞങ്ങളങ്ങനെ എത്തിപ്പെട്ടത് ഇങ്ങനെ ഒരു കുട്ടി പാർക്കിലാണ്. ഇവിടെ ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ആംബിയൻസ് ഒന്നും കിട്ടിയില്ല. സോ ഞങ്ങൾ ഇവിടെ നിന്നും പാക്കപ്പ് ചെയ്തു, കുറച്ച് ഐസൊക്കെ വാങ്ങി ഞങ്ങളിതാ വേറെ പാർക്ക് പോവാണ്. വന്ന പപ്പയും മക്കളും ഇതാ ഇവിടെ ഇരുന്ന് നല്ല അച്ചിക്കലേ. ഇവർ മൂന്നാളും ഒരേ ജീനായതുകൊണ്ടാണെന്ന് തോന്നുന്നത്. ഈ തണുപ്പും കൊണ്ട് സ്കൂളായിരുന്ന ഐസ് കഴിക്കുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ തണുപ്പ് സഹിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. സാധനങ്ങൾ ഇരുന്ന് ഐസ് തീറാട്ടോ. നിങ്ങൾക്ക് മൂന്നാൾക്കും തണുപ്പില്ല. ഊതി നോക്കിയാൽ ആ തണുപ്പിൻ്റെ പുക വരുമെന്ന് ടെസ്റ്റ് ചെയ്തതാണ്, പക്ഷെങ്കിൽ വന്നില്ല, ചീറ്റിപ്പോയി. അടുത്ത ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞ് നേരെ ഇങ്ങനത്തെ ഒരു പാർക്ക് വന്നിട്ടുണ്ട്. പാർക്കിലെ കളി കഴിഞ്ഞിറങ്ങി കുറച്ച് ഷോപ്പിങ്ങും കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോണത്. അപ്പോഴേക്കും യാമിമോൾ നല്ല ഉറക്കത്തിലായിരുന്നു. പപ്പതാ യാമിമോളെ എടുത്ത് നിൽക്കുന്നുണ്ട്. യാമിമോൾക്ക് ഒരു 5 മിനിറ്റ് ഉറക്കമുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേനും ഓള് നല്ല ഓണായി. നാട്ടിൽ നിന്ന് കോളൊക്കെ വന്ന് ഓളിതാ ഓൾക്ക് ബലൂൺസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്ക് നല്ല രസമായിട്ടുണ്ട്. ഒരു 3 ആളിതാ ഫുൾ ബലൂണൊക്കെ വീർപ്പിച്ച് തട്ടി കളിക്കുകയാണ്. പാർക്കിൽ ബലൂൺ വീർപ്പിക്കാൻ പറ്റാത്ത സങ്കടം ഇവിടെ വീർപ്പിച്ച് തീർക്കാമെന്നും പറഞ്ഞിട്ടാണ് തീർത്തത് കേട്ടോ. ഞാനും കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഓളിങ്ങനെ ഗിഫ്റ്റ് കാക്ക കൊണ്ടൊന്നും എക്സ്പെക്റ്റ് ചെയ്യാത്തതുകൊണ്ടാണോ അത് ഞങ്ങളെല്ലാവരും സൗണ്ട് ഉണ്ടാക്കിയോണ്ടോന്ന് അറിയില്ല, വേഗം കാക്കക്ക് ഒരു ഒവ്വ കൊടുത്തങ്ങാണ്ട് ഓൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, കാക്ക ഷേവ് ചെയ്തിട്ട് ഓക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. അന്ന് ഷേവ് ചെയ്ത് കണ്ടപ്പോൾ ഫുൾ കരച്ചിലായിരുന്നു. അതിപ്പോഴും അങ്ങോട്ട് വിട്ടുമാറിയിട്ടില്ല. അതാര് കൊടുത്തതാ ഗിഫ്റ്റ്? അപ്പാടി
ആ എന്നാ കൊച്ചൊക്കെ താങ്ക് യു പറഞ്ഞോ? ഈ ഗിഫ്റ്റ് കൊടുത്തത് കൊച്ചയാണെങ്കിലും പേര് അതിന് ബാബക്കാണ് കേട്ടോ. ബാബ കൊടുന്ന ഗിഫ്റ്റ് എന്നാണ് പറയാം. ഗിഫ്റ്റിനെ കുറിച്ച് സംസാരിപ്പിക്കാൻ വേണ്ടി ഞാൻ ഓരോന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ കൂടി അവൾ അതിങ്ങനെ നോക്കി നിൽക്കുകയാണ് അതിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതൊക്കെ. എന്ത് കാര്യം കിട്ടിയാലും അപ്പം പാട്ടിക്ക് കൊണ്ടേ കാണിച്ചു കൊടുക്കുന്നുള്ളതാണ് അവളെ മെയിൻ. അതുപോലെ തന്നെ പാട്ടിക്ക് തിരിച്ചു അങ്ങനെയാണ് ഹോളെന്ന് വെച്ചാൽ ജീവനാണ്. കാക്ക കൊടുന്ന ഡ്രസ്സ് നല്ല സെറ്റ് ചെയ്യുന്നു, പക്ഷെ ഇങ്ങനെ തണുപ്പ് കൂടുതലായതുകൊണ്ട് അതിൻ്റെ മുകളിൽ ജാക്കറ്റ് ഇട്ട് സെറ്റ് ചെയ്യും. പുതിയ ഡ്രസ്സ് മാത്രം ഇട്ടാൽ പോരാ, അതിന് മുല്ലപ്പൂവും കൂടി വെച്ച് സെറ്റ് ചെയ്താലാണ് ബർത്ത്ഡേ ലുക്ക് ഫിനിഷ് ആവാന്നാണ് പാട്ടി പറയണത്. ഇവിടെ മുല്ലപ്പൂ കിട്ടണമെങ്കിൽ കുറച്ചധികം അന്വേഷിക്കണം, അതുകൊണ്ട് ഞങ്ങൾ ആ വഴിക്ക് പോയിട്ടില്ല. കേക്കിൻ്റെ കൂടെ ഒന്നൊരു ഫോട്ടോ എടുക്കാനൊന്നും യാമിമോൾ സമ്മതിച്ചില്ല കേട്ടോ. ഓള് വേഗം എൻ്റെ ഒക്കത്ത് കയറിയിരുന്നു. ഞാൻ പല രീതിയിലും പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞെങ്കിലും ഓള് സമ്മതിച്ചില്ല. ബാക്ക്ഗ്രൗണ്ടിൽ അവളെ ഹാപ്പി ബർത്ത്ഡേൻ്റെ മ്യൂസിക് ഓടുന്നുണ്ട്, അത് യൂട്യൂബിൽ കച്ചറാക്കും, അതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ട് വോയിസ് ഓവർ കൊടുക്കണം. ഹാപ്പി ബർത്ത്ഡേ യാമിമോളെ. യാമിമോൾക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കേക്കൊക്കെ മുറിക്കാൻ ഭയങ്കര ഉഷാറായിട്ടുണ്ട്. 2 വയസ്സായിട്ടുള്ളെങ്കിൽ കൂടി ഓളാ കേക്ക് മുറിക്കണതും ബലൂൺ ഇതാക്കണമൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കേക്ക് മുറിച്ചത് ഓൾ ആദ്യം നോക്കിയത് പാട്ടിൻ്റെ മുഖത്ത് കേട്ടോ. കാരണം പാട്ടിക്ക് കൊടുക്കാതെ ഓളൊരു ആൾക്കും ഒരു സാധനം കൊടുക്കില്ല എന്നുള്ളൊരു ലെവലിലെത്തിന്. പാട്ടിക്ക് ഒരു പീസ് കൊടുത്ത ശേഷം എനിക്കൊരു പീസ് തന്ന് മോനൂട്ടിക്ക് ഒരു പീസ് കൊടുത്തു. അതൊക്കെ ഓൾ എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മാഷാ അല്ലാ, അങ്ങനെ യാമിമോൾക്ക് 2 വയസ്സായി. എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കഴിഞ്ഞ് പോയതെന്ന് ഇങ്ങനെ ആലോചിക്കുന്നു ഞങ്ങൾ. നമ്മളെ മിന്നുകുട്ടിയും മീനയും എല്ലാവരും അപ്പുറത്തുണ്ട് കേട്ടോ. ഞാൻ മീനനെയാണ് വിളിക്കണത്. ഞങ്ങൾ എന്തൊക്കെ രസകരമായിട്ട് സംസാരിക്കണമൊക്കെ ഉണ്ട്, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാരണം ഒന്നും കേൾക്കില്ല, അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇതാ യാമിമോള് മീനക്ക് ഇതാ കേക്ക് കൊടുത്തിട്ടുണ്ട്. മിന്നുകുട്ടിക്ക് വേണ്ടിയെന്നോള് ചോദിക്കുന്നുണ്ട്. പൊതുവേ കേക്ക് ഐറ്റംസ് ഒന്നും യാമിമോൾ കഴിക്കലില്ല, പക്ഷേ ഇതൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഓള് ഈ കേക്ക് പീസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ യാമിമോളും മിന്നുകുട്ടിയും പാർട്ടിയും ഒക്കെ ഉള്ളൊരു ഫോട്ടോഷൂട്ടാണ്. അങ്ങനത്തെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മിനിക്കുട്ടിക്ക് തണുപ്പ് സഹിക്കാനേ പറ്റൂല എന്ന് വിചാരിച്ചിട്ട് ഓക്ക് ഇഷ്ടം പോലെ ഡ്രസ്സാണ് കേട്ടോ ഇട്ടെടുക്കുക. അപ്പോൾ പ്രസവിച്ചിട്ട് ഏകദേശം ഒരു 15 ഡേയ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഓരോരുത്തർക്കും ഞാൻ കേക്ക് മുറിച്ച് കൊടുക്കുമ്പോൾ ഓക്ക് അതിലൊരു പ്രത്യേക സന്തോഷം ഉണ്ടെന്ന് എനിക്ക് തോന്നി കേട്ടോ. യാമിമോൾ ഇത് എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നുണ്ട്. ഓക്ക് അതിനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് കേട്ടോ. ഓള് അല്ലെങ്കിലും എല്ലാവർക്കും എല്ലാ സാധനം കൊടുക്കാനൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. ചിലപ്പോൾ ഇനി കുറേ കാലങ്ങൾക്ക് ശേഷം യാമിമോള് ഒരു 10-15 വയസ്സൊക്കെ ആയിട്ട് ഓക്ക് ഇതൊക്കെ മനസ്സിലാവുന്ന ഒരു കാലത്ത് ഇതൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണെന്ന് പ്രതീക്ഷിക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടും കൂടിയാണ് ഈ വീഡിയോ ഇങ്ങനെ നല്ല ലോങ് ആയിട്ട് ഇടുന്നത്. അതിനിടയിൽ പാട്ടി വന്ന് പറയുന്നുണ്ട്, 2nd ബർത്ത്ഡേ നമ്മളിവിടെ ആഘോഷിച്ചു, 3rd ബർത്ത്ഡേ പാട്ടിൻ്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ. ഇൻഷാല്ലാ ഒക്കെ നമുക്ക് സെറ്റാക്കണം എന്നും പറഞ്ഞു. ഞാൻ കേക്ക് കട്ടിയിലൊക്കെ കഴിഞ്ഞ് ഇനി കേക്ക് കട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ കൊച്ച വന്ന് ഫോട്ടോസ് കഴിഞ്ഞില്ലേ, ഇനി ഏതെങ്കിലും പോസ്റ്റ് ഉണ്ടോ, ഇനി എങ്ങനെയെങ്കിലും ഫോട്ടോ എടുക്കണോ, പിന്നെ ഫോട്ടോ കിട്ടിയില്ല എന്ന് പറയരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഓന് ഫോട്ടോ ഡിസ്കഷന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും ചോദിച്ചതല്ലേ, ഓക്കെ ഇനി കേക്കിൻ്റെ കൂടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കൂടി എടുത്തതായോ എന്ന് പറഞ്ഞ്. ഇന്ന് രാവിലെ മുതലേ ഫോട്ടോ എടുക്കലില്ലെന്നോ, അതുകൊണ്ട് യാമിമോക്ക് ഫോട്ടോ എടുത്ത് ചടച്ചാണ്. ഓളിപ്പോൾ പറയുന്ന പോലെ ഒന്നും നിൽക്കണില്ല, ആദ്യം നിൽക്കില്ല, പക്ഷേങ്കിൽ ഇപ്പോൾ തീരെ നിൽക്കണില്ല. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസ് എങ്ങനെയൊക്കെ ഒപ്പിക്കണമല്ലോ. പിന്നെ കാണുമ്പോൾ നല്ല ഇഷ്ടമായിക്കാരോ, ഓക്കും ഇഷ്ടമായിക്കാരോ ഞങ്ങൾക്കും ഇഷ്ടമായിക്കാരോ. ഇപ്പോൾ ഇഷ്ടക്കേടൊന്നും കാര്യമാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഓളെ നിർബന്ധിച്ചിട്ട് തന്നെ കുറച്ച് ഫോട്ടോസും കൂടെ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അത് കട്ട് ചെയ്ത് വായിൽ വെച്ച് കൊടുക്കണം എന്നുള്ളൊരു സംഗതി ഓളെ മനസ്സിൽ കയറി കൂടിയാണ്. അപ്പോൾ അവൾ കട്ട് ചെയ്ത് കേക്ക് പീസ് കിട്ടിയൊക്കെ അവൾ വേഗം പപ്പനെ വിളിക്കുന്നുണ്ട്, മമ്മനെ വിളിക്കുന്നുണ്ട്, എല്ലാവർക്കും ഇതാ പീസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലിക്ക്, അങ്ങനെ നല്ല ഭംഗിയുള്ള ഫോട്ടോസ് അങ്ങനെ കിട്ടുകയും ചെയ്തു. കുറച്ച് താങ്ക്സ് അടാ, നല്ല കാര്യപ്പെട്ട് ഓന് ഇഷ്ടം പോലെ ഫോട്ടോസ് ഇതാ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ടേബിളിൽ നിന്ന് ഡാൻസ് കളിക്കുന്നത് പപ്പക്ക് നല്ല പേടിയാവുന്നുണ്ട്. പപ്പ വേഗം പോയിട്ട് അവളെ എടുത്ത് അങ്ങനെ കേക്ക് മുറിക്കലും ബലൂൺ പൊട്ടിക്കലും അത്യാവശ്യത്തിലധികം ഫോട്ടോസ് എടുക്കലും കഴിഞ്ഞു. അടുത്ത കലാപരിപാടി എന്നുള്ളത് ഞങ്ങൾ ഫുഡ് കഴിക്കലാണ്. കുറച്ച് ഫുഡൊക്കെ നല്ലോണം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 4 ആൾ മാത്രമുള്ളല്ലോ, അതുകൊണ്ട് അധികം ആർഭാടങ്ങളൊന്നുമില്ല. ഫുഡ് കഴിച്ച് റെസ്റ്റിലാണ് കൊച്ചി മോളും. കാക്കയും മോനിറ്റി നല്ല സംസാരത്തിലാണ് കേട്ടോ. യാമിമോക്ക് നല്ല സന്തോഷമാണ്. ഓള് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓനിക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. വീട്ടിലിങ്ങനെ നിറയെ ബലൂൺസ് നിറഞ്ഞ് കിടക്കണം കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് കേട്ടോ. അതിനേക്കാൾ ഉപരിയാണ് മക്കൾസിന്. ഒരു ഫുള്ള് ബലൂൺസ് കൊണ്ട് കളിച്ചുകൊണ്ടേ നടക്കുകയാണ്.
ഫുൾ ടൈം ഞാൻ ഇന്ന് വരെയിട്ട് ബലൂൺ കളഞ്ഞിട്ടില്ല കേട്ടോ. ഏകദേശം ഇപ്പോൾ 4-5 ദിവസമായല്ലോ, പക്ഷേ ഈ കളഞ്ഞിട്ടില്ല. അങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്ന് കൊച്ചിയും കാക്കിയും പോയി. യമ്മിമോൾക്ക് കൂടെ പോകണമെന്ന് ചെറിയൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ അതിൻ്റെ ഒരു കുറുമ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കൊച്ച കൊണ്ടുവന്ന ആ ഗിഫ്റ്റ് ബോക്സിലുള്ള ഐസ്ക്രീമാണ് കേട്ടോ. അതൊക്കെ കൊടുത്ത് ഓളങ്ങനെ സെറ്റാക്കി ഞാനൊക്കെ ഒന്ന് കുറച്ച് കുറുമ്പൊക്കെ പിന്നെ അങ്ങനെ മാറി. എനിവേ ഇതാണ് ഞങ്ങളെ ബർത്ത്ഡേ വ്ളോഗ്. യമ്മിമോളെ എനിക്കിന്ന് 2 വയസ്സായിട്ടുണ്ട് കേട്ടോ. മമ്മ കുട്ടി ഇത് എത്രാമത്തെ വയസ്സിൽ ഇരുന്നിട്ടാണ് കാണണമെന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഇങ്ങനെ ഓരോ ബർത്ത്ഡേയും എനിക്ക് ഓരോ പുതിയ പുതിയ ഓർമ്മകളാണ് നമുക്ക്. അതുപോലെ തന്നെ എല്ലാ ബർത്ത്ഡേസിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ മമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. യമ്മിമോൾ വലിയ കുട്ടിയാകുമ്പോൾ ഇതൊക്കെ കാണാമല്ലോ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. ടാറ്റ ബൈ ബൈ യമ്മിമോളെ.